നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ബ്രോഡ് ഗേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന ദേശീയപാത വ്യാഴാഴ്ച തുറന്നു നൽകും. ജോലികൾ തീർത്തത് 7 ദിവസം കൊണ്ട്. ജനകീയ സമരം വിജയിച്ചു. മടത്തറയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് ഐരക്കുഴിയിലേക്ക് മാറ്റാൻ തീരുമാനം. നിയന്ത്രണം വിട്ട ബൈക്ക് ലോറിയിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ഒറ്റക്കൽ സ്വദേശി. ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന ദേശീയപാത വ്യാഴാഴ്ച വൈകിട്ട് തുറന്നു നൽകും. റെയിൽവേ ഡിവിഷണൽ ചീഫ് എഞ്ചിനീയർ ആനന്ദരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി കഴിഞ്ഞ മാസം 29-നാണ് ദേശീയപാത അടച്ചത്. 10 ദിവസത്തേക്കാണ് പാത അടച്ചത്. എന്നാൽ 7 ദിവസം കൊണ്ട് പണികൾ പൂർത്തിയാക്കാൻ റെയിൽവേക്ക് സാധിച്ചു. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹായം കൊണ്ടാണ് ഇത്ര വേഗം പണി പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ചീഫ് എഞ്ചിനീയർ ആനന്ദരാമൻ പറഞ്ഞു. Railways in fact has taken asked for 10 days to finish this regrading works with due cooperation from local people and our own engineers and contractors. We have come up to this stage today on 5th, and today we will review this works by 6 p.m. tonight, and very likely we will open the road for traffic, normal traffic tomorrow, duly informing all the authorities of Kollam. And I am very thankful to all the local people. എന്നാൽ ഇപ്പോൾ പാലത്തിനു സമീപം ദേശീയപാതയിൽ ടാറിംഗ് ചെയ്യുന്നില്ല. പഴയ മേൽപ്പാലം പൊളിച്ചുമാറ്റി പുതിയ മേൽപ്പാലം കൂടി പണിഞ്ഞതിനു ശേഷമേ ഈ ഭാഗത്ത് ടാർ ചെയ്യുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ പാലത്തിനു സമീപം ദേശീയപാതയിൽ ടാറിംഗ് ചെയ്യുന്നില്ല. പഴയ മേൽപ്പാലം പൊളിച്ചുമാറ്റി പുതിയ ഒരു പാലം കൂടി പണിഞ്ഞതിനു ശേഷമേ ഈ ഭാഗത്ത് ടാർ ചെയ്യുകയുള്ളൂ. 3 കോടി രൂപയാണ് മേൽപ്പാല നിർമ്മാണത്തിനായി റെയിൽവേ ചെലവിട്ടത്. സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കിയ റെയിൽവേ ഉദ്യോഗസ്ഥരെ ആര്യങ്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം അഭിനന്ദിച്ചു. 29-നാണ് നമ്മുടെ ബ്രോഡ് ഗേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ഇവിടെ ക്ലോസ് ചെയ്തത്. എന്നാൽ റെയിൽവേ വളരെ സ്പീഡോടുകൂടി സമയബന്ധിതമായി റെയിൽവേ ആ പണികൾ പൂർത്തീകരിക്കുകയായിരുന്നു. 10 ദിവസമാണ് റെയിൽവേ ആവശ്യപ്പെട്ടതെങ്കിലും ഇപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ ഈ പണി പൂർത്തീകരിച്ച് നാളെ വൈകിട്ട് 6 മണിയോടുകൂടി യാത്രക്കാർക്ക് വേണ്ടി റോഡ് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ ബഹുമാന്യ ഡെപ്യൂട്ടി സി ഇവിടെ പറഞ്ഞത്. വളരെ നന്ദി റെയിൽവേയോട് ഞങ്ങൾക്കുണ്ട്. 10 ദിവസം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ 7 ദിവസം കൊണ്ട് ഈ പണി പൂർത്തീകരിക്കാൻ റെയിൽവേ കാണിച്ച ആ വളരെ നല്ല പ്രവൃത്തികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പുനലൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിരുന്നു BJP പുനലൂർ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിലും പ്രകടനം സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചുറ്റി തിരികെ KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP ജില്ലാ കമ്മിറ്റി അംഗം CR വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ബാറിന്റെ കാര്യത്തിൽ, ലൈസൻസിന്റെ കാര്യത്തിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇന്നത്തെ മീഡിയകളുടെ സ്വാധീനം കൊണ്ടാവാം, ഒരുപക്ഷെ ആ ഒരു കോഴ പുറത്തു വന്നിരിക്കുന്നു. ബാർ തൊഴിലാളിമാരിൽ നിന്നും കോടിക്കണക്കിന് കോഴ വാങ്ങുന്ന സമീപനമാണ് ഇടതുവലത് നേതാക്കൾ സ്വീകരിച്ചു വരുന്നതെന്ന് CR വിജയൻ കുറ്റപ്പെടുത്തി. മണ്ഡലം സെക്രട്ടറി M തുളസീധരൻപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ഏരിയ പ്രസിഡന്റ് അജിത് ആരംപുന്ന സ്വാഗതം പറഞ്ഞു. സാബു കലേനാട്, സന്തോഷ് ഭരണിക്കാവ്, സുജിത് കലേനാട്, ബിജു മംഗലശ്ശേരി, കാർത്തിക് ശശി, കാവിൽ പ്രസാദ്, വനിതാ മോർച്ച നേതാക്കളായ ബിനു സുദേവ്, പുഷ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനകീയ സമരത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന മടത്തറയിലെ മദ്യവിൽപ്പനശാല ഐരക്കുഴിയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇതോടെ 37 ദിവസം നീണ്ടുനിന്ന ജനകീയ സമരം അവസാനിച്ചു.
ജനകീയ സമരത്തെ തുടർന്ന് മദ്യവിൽപ്പനശാല തുറക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ സർക്കാർ തലത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് ഐരക്കുഴിയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായത്. മടത്തറയിലെ മദ്യവിൽപ്പനശാല പൂട്ടണമെന്നാവശ്യപ്പെട്ട് വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ജനകീയ സമരം സംഘടിപ്പിച്ചത്. ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ്, CPI, CPM, BJP, RFP, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, മറ്റ് ട്രേഡ് യൂണിയനുകൾ, വനിതാ സമാജത്തിന്റെ പ്രവർത്തകർ, പിന്നെ തൊഴിലുറപ്പിന്റെ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരും പങ്കെടുത്ത ഒരു സമരമായിരുന്നു. 36 ദിവസത്തെ സമരമായിരുന്നു. അധികാരി വർഗത്തിന്റെ ഒരു പിടിവാശിക്ക് മുന്നിൽ ഒരു ജനത ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ വിജയമാണ് നമ്മുടെ ഈ വിജയം. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. തുടർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് മുഖ്യമന്ത്രിയെയും എക്സൈസ് മന്ത്രിയെയും നേരിൽ കണ്ട് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മദ്യവിൽപ്പനശാലയുടെ കാലാവധി തീരാൻ 8 മാസം കൂടി ഉള്ളതിനാൽ പഞ്ചായത്തിലെ തന്നെ മറ്റെവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യവിൽപ്പനശാല ഐരക്കുഴിയിലേക്ക് മാറ്റിയത്. ലൈവ് വാർത്ത, കടയ്ക്കൽ. അതേസമയം ഐരക്കുഴിയിൽ മദ്യവിൽപ്പനശാല തുടങ്ങാൻ പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെ LDF പ്രതിഷേധവുമായി രംഗത്ത്. LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മടത്തറയിൽ പൂട്ടിയ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ഐരക്കുഴിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയ പഞ്ചായത്ത് നടപടിക്കെതിരെയാണ് LDF പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 37 ദിവസം നീണ്ടുനിന്ന ജനകീയ സമരത്തിനൊടുവിലാണ് മടത്തറയിലെ മദ്യവിൽപ്പനശാല ഐരക്കുഴിയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കിഴക്കുംഭാഗം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം കരകുളം ബാബു ഉദ്ഘാടനം ചെയ്തു. വൻതുക കോഴ വാങ്ങിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മദ്യവിൽപ്പനശാലയ്ക്ക് അനുമതി നൽകിയതെന്നും ജനവികാരം കണക്കിലെടുത്ത് ലൈസൻസ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മദ്യഷാപ്പുകാർ മുതലാളിമാരെ വിളിച്ചുകൂട്ടിട്ട് കോടിക്കണക്കിന് കാശ് പിരിക്കുക, ആ കാശ് പിരിച്ചുകൊണ്ട് വീണ്ടും മദ്യഷാപ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകുക. ഇതാണ് അവസാനത്തെ സന്ദർഭത്തിലും മദ്യഷാപ്പ് ലൈസൻസ് കൊടുക്കുന്ന സന്ദർഭത്തിലും ഈ ഗവൺമെന്റിന്റെ നയം എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ UDF നേതാക്കന്മാരും കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചിരിക്കുന്നു എന്ന് ഭരണകക്ഷി MLAമാരും നേതാക്കന്മാരും തന്നെ പരസ്യമായി ഉന്നയിക്കുകയും ആ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് കേരളത്തിൽ ഗവൺമെന്റ് തന്നെ തയ്യാറായിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ നമ്മുടെ ഈ സമരം നടക്കുന്ന സന്ദർഭം. മടത്തറയിലെ ഔട്ട്ലെറ്റ് പൂട്ടുന്നതിന് മുന്നിട്ട് നിന്ന പ്രസിഡന്റ് ഐരക്കുഴിയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുമതി നൽകിയതിലൂടെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നും കരകുളം ബാബു കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് LDF തീരുമാനം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. സൈബർ പോലീസ് ചമഞ്ഞ് മെഡിക്കൽ വിദ്യാർത്ഥിനിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത യുവാക്കളെ റിമാൻഡ് ചെയ്തു. പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. തട്ടിപ്പ് നടത്തിയത് ഇങ്ങനെ: പാതിരിക്കൽ അരീക്കൽ പടിഞ്ഞാറ്റേതിൽ പ്രകാശ് എന്ന 30-കാരൻ, മാങ്കോട് പാടം സ്വദേശിയായ വിനായക് എന്ന 20-കാരൻ എന്നിവരാണ് പിടിയിലായത്. പാതിരിക്കൽ സ്വദേശിനിയും പത്തനംതിട്ടയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ 24-കാരിയാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ 2 മാസത്തിനിടെ പെൺകുട്ടിയിൽ നിന്ന് പ്രതികൾ 6 പവൻ സ്വർണമാണ് തട്ടിയെടുത്തത്. പെൺകുട്ടിയും സുഹൃത്തായ ആൺകുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം സൈബർ പോലീസ് നിരീക്ഷിക്കുകയാണെന്നും ഈ കേസിൽ നിന്ന് രക്ഷിക്കാമെന്നും വാഗ്ദാനം നൽകിയാണ് സ്വർണം കവർന്നത്. ഇരുവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണം നടക്കുകയാണെന്നും പറഞ്ഞ് റാന്നി സ്വദേശിയായ അലക്സ് ഇടിക്കുള എന്ന യുവാവ് സൈബർ സെൽ ഉദ്യോഗസ്ഥനെന്ന പേരിൽ പെൺകുട്ടിയെ സമീപിച്ചുവത്രേ. ഫോൺ നിരീക്ഷണം ഒഴിവാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ സെപ്റ്റംബർ 14-നും 27-നും പെൺകുട്ടിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയായിരുന്നു. അലക്സിന്റെ നിർദ്ദേശാനുസരണമെത്തിയ വിനായകാണ് സ്വർണം വാങ്ങിയത്. എന്നാൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അലക്സ് ഇടിക്കുള എന്ന വ്യാജേന പ്രകാശാണ് പെൺകുട്ടിയെ സമീപിച്ചതെന്ന് വ്യക്തമായത്. നേരത്തെ ആഭരണങ്ങൾ കാണാതായതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. പെൺകുട്ടി നൽകിയ വിവരമനുസരിച്ച് പത്തനാപുരം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പത്തനാപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പാടം, ഇടത്തറ എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയത്. സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച പത്തനാപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അറസ്റ്റിന് ASI രാജു, വിജയൻ, ശെൽവരാജ്, ബിജുജി നായർ, നൌഷാദ്, സലിം റാവുത്തർ, രാജീവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ ഒറ്റക്കൽ സ്വദേശി മരിച്ചു. ഒറ്റക്കൽ ഗ്രേസ് കോട്ടേജിൽ മാമച്ചൻ തോമസാണ് മരിച്ചത്.
ബുധനാഴ്ച രാവിലെ 9 മണിയോടെ അഞ്ചൽ പുനലൂർ റൂട്ടിൽ അടുക്കളമൂലയ്ക്ക് സമീപമായിരുന്നു അപകടം. ഒറ്റക്കല്ലിൽ നിന്നും ഐലറയിലേക്കുള്ള ബന്ധുവീട്ടിലേക്ക് പോകും വഴി മാമച്ചൻ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിരെ വന്ന പച്ചക്കറി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മാമച്ചൻ തോമസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഗ്രേസിക്കുട്ടിയാണ് മാമച്ചന്റെ ഭാര്യ. സിനി, സിജോ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPM പുനലൂർ വെസ്റ്റ് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം KN ബാലഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കമ്പോളങ്ങൾ സജീവമല്ലാന്ന് കച്ചവടക്കാർ അത് ഏത് സാധനങ്ങൾ എടുത്താലും ഇന്നത്തെ വാർത്തയിൽ സ്വർണത്തിന്റെ വില ഇടിക്കും. ഇഷ്ടംപോലെ സ്വർണം വാങ്ങാമെന്നുള്ളതാണ് മനോരമ വാർത്ത. ഇഷ്ടംപോലെ പൈസ കൊടുത്ത സ്വർണം മേടിക്കാൻ ആളുകളുടെ പൈസ ഇരിക്കുന്നതാണ്. തൊഴിൽ മേഖലയിലെ തകർച്ച അത് നമുക്ക് പണ്ടേ പറയുന്ന പേപ്പർ മില്ലും ടൈപ്പ് ഒന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വ്യവസായങ്ങൾ തകർന്നൊരു നാടാണ്. അത് മാത്രമല്ല, കേരളത്തിലെ മാർക്കറ്റുകളുടെ നാശത്തിന് കാരണം തൊഴിൽ മേഖലയിലെ തകർച്ചയാണെന്ന് KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഹാളിൽ സജ്ജമാക്കിയ PK ചന്ദ്രാനന്ദൻ നഗറിലായിരുന്നു സമ്മേളനം. ലോക്കൽ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായ ചടങ്ങിൽ R രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു. രാധാമണി വിജയാനന്ദ്, S ബിജു, NP ജോൺ, അഡ്വക്കേറ്റ് PS ചെറിയൻ തുടങ്ങിയവർ സംസാരിച്ചു. R ഗുരുദാസൻ സെക്രട്ടറിയായുള്ള 13-അംഗ കമ്മിറ്റിയെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ കല്ലുവെട്ടാൻകുഴി സ്മാർട്ട് കുടുംബശ്രീ അംഗങ്ങൾക്കായി ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്വയം തൊഴിൽ പരിശീലനത്തിന് മുന്നോടിയായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മുട്ടക്കോഴി വളർത്തൽ, കാടക്കോഴി വളർത്തൽ, ആട് വളർത്തൽ തുടങ്ങിയവ പരിശീലിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. വെറ്റിനറി സർജൻ ഡോക്ടർ നിസാം ക്ലാസ് നയിച്ചു. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ഭക്ഷ്യവസ്തുക്കൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതുമൂലം അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ഡോക്ടർ നിസാം വിശദീകരിച്ചു. കുറയ്ക്കണമെന്ന് പറയുന്നത് ഓവർ ന്യൂട്രീഷൻ വരുന്നുണ്ട്. അതായത് ഇതിലെ പ്രോട്ടീന്റെയും ഫാറ്റിന്റെ അളവ് പെൺകുട്ടികൾ കൂടുതൽ വരുന്നുണ്ട്. എയർലി മെച്ചൂരിറ്റി, പിന്നെ സിസ്റ്റ്, ഓവേറിയൻ സിസ്റ്റ് തുടങ്ങിയ അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏത് ഫുഡായാലും നമ്മൾ ഓവർ കഴിക്കുന്നത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ കോഴിയിറച്ചി ഓവർ കഴിക്കുന്നുണ്ട്. അത് പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇറച്ചി കഴിക്കുന്നത് വർഷത്തിൽ 2-3 ദിവസമായിരുന്നു. അതിപ്പോ ആഴ്ചയിൽ 3-4 ദിവസമായി മാറിയിട്ടുണ്ട്. കോർഡിനേറ്റർ യൂസഫ് റാവുത്തർ, സെക്രട്ടറി നാൻസി, പ്രസിഡന്റ് സെറീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത, കടയ്ക്കൽ. കോട്ടവട്ടം ഭാഗത്ത് അപൂർവ ഇനം പുഴുവിനെ കണ്ടെത്തി. അസാധാരണ വലിപ്പമുള്ള പുഴുവിന്റെ ശരീരം പെരുമ്പാമ്പിന്റെ ഉടലിനോട് സാദൃശ്യമുള്ളതാണ്. കോട്ടവട്ടം ആനന്ദഭവനിൽ മനീഷിന്റെ വീട് പരിസരത്താണ് ഈ അപൂർവ ഇനം പുഴുവിനെ കണ്ടെത്തിയത്. ഒരു വിരലിന്റെ വലുപ്പമുള്ള ഈ പുഴുവിന് ചെറിയ തലയും തലയുടെ പുറകോട്ട് നീളുന്ന കഴുത്തും കഴുത്തിന്റെ പുറത്തായി കറുത്ത വരയുമുണ്ട്. തവിട്ട് നിറത്തിലുള്ള ഇതിന്റെ ശരീരം പെരുമ്പാമ്പിന്റെ ഉടലിനോട് സാദൃശ്യമുള്ളതാണ്. ഒറ്റനോട്ടത്തിൽ തുമ്പിക്കൈയുള്ള പെരുമ്പാമ്പ്. കഴുത്തിന് താഴെ 6 കാലുകളും ഉടലിൽ 10 കാലുകളുമാണ് ഇവനുള്ളത്. ശരീരത്തിന്റെ ഇരുഭാഗത്തും പച്ച പുള്ളിയുമുണ്ട്. വാലറ്റത്ത് വളഞ്ഞ കൊമ്പും. പുഴുക്കളെല്ലാം ശലഭങ്ങളായി മാറുന്നവയാണെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ഇവൻ ശലഭമായാൽ ഏത് രൂപത്തിലാകുമെന്നാണ് കൌതുകമുണർത്തുന്നത്. ലൈവ് വാർത്ത, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രോഡ്ഗേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന ദേശീയപാത വ്യാഴാഴ്ച തുറന്നു നൽകും. ജോലികൾ തീർത്തത് 7 ദിവസം കൊണ്ട്. ജനകീയ സമരം വിജയിച്ചു. മടത്തറയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് ഐരക്കുഴിയിലേക്ക് മാറ്റാൻ തീരുമാനം. നിയന്ത്രണം വിട്ട ബൈക്ക് ലോറിയിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ഒറ്റക്കൽ സ്വദേശി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.